ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനത്തോടെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമുക്കായിരിക്കാൻ തന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു മാർക്ക് എന്ന് പറയുന്ന ഒരാൾ. മുന്നിലുണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ബുക്കുകളും കുടകളുമെല്ലാം താഴെ വീഴുന്നത് കണ്ടിട്ട് അവൻ ഓടിച്ചെന്ന് സഹായിച്ചു. അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്നത്തെ സായാഹ്നം അവനോടൊപ്പം ചിലവഴിച്ചു. പിന്നീട് ദിവസവും അവർ കണ്ടുമുട്ടും. വർഷങ്ങൾക്ക് ശേഷം പഠനത്തിനായിട്ട് മാർക്ക് വിദേശത്ത് പോവുകയാണ്. അതിൻ്റെ തലേ ദിവസം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ സുഹൃത്ത് മാർക്കിനോട് കുറേയേറെ നന്ദി പറഞ്ഞു. എന്തിനെന്ന് മനസ്സിലാകാതിരുന്ന മാർക്കിനോട് അവൻ പറഞ്ഞു, നമ്മൾ ആദ്യം കണ്ടപ്പോൾ നീ എന്നെ സഹായിച്ചത് പുസ്തകമെടുത്തു തന്നല്ല, എൻ്റെ ജീവിതം തിരിച്ചു തന്നാണ് സഹായിച്ചത് എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ചുരുളുകൾ അവൻ അഴിക്കുകയാണ്. പരീക്ഷയിൽ തോറ്റ് പ്രണയിച്ചവളെ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു അദ്ദേഹം. ആ നിമിഷമാണ് അലക്ഷ്യമായി തൻ്റെ കയ്യിലിരുന്ന പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു പോകുമ്പോൾ പുറകിൽ വന്നയാൾ ഇങ്ങനെ പുസ്തകങ്ങൾ ഒരുപക്ഷെ കളഞ്ഞു പോകുന്നത് പോലെ തോന്നിയിട്ട് അവനെ ചേർത്ത് പിടിക്കുന്നത്. ഒരു കണ്ടുമുട്ടലും അപ്രതീക്ഷിതമല്ല എന്ന് എപ്പോഴും ഓർക്കണം. എവിടെയോ ചില നിയോഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സ്ഥിരം കണ്ടുമുട്ടുന്നവരുടെ ഇടയിൽ പതിവായിട്ടുള്ള ചില വർത്തമാനങ്ങളും ക്രയവിക്രയങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആകസ്മികമായി കണ്ടുമുട്ടുന്നവരുടെ ഇടയിൽ പ്രവാചകരും രക്ഷകരും ഉണ്ടാകുമെന്ന് ചില ചിന്തകർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അപരിചിതരെല്ലാം അപകടകാരികളാണെന്നുള്ള അപക്വമായ ധാരണ നല്ല ബന്ധങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുമ്പോൾ സുഖമാണോ എന്നൊരു ചോദ്യം പോലും മനുഷ്യന് സൗഖ്യം ഏറെ തരുന്നതാണ്. ഒന്നും മിണ്ടാതെ നടന്നകലുന്ന ജീവിതങ്ങളിൽ ആരും അറിയാത്ത ചില സങ്കടങ്ങളും ചില നിരാശകളും അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ധ്യാനം അർത്ഥവത്താകുന്നത്. ഒറ്റയ്ക്ക് നടക്കുന്നവരെല്ലാം ഒറ്റയാന്മാരാകണമെന്നില്ല. അവരെ ആരൊക്കെയോ ഒറ്റപ്പെടുത്തുന്നതും ആകാം. ഒന്ന് പുഞ്ചിരിച്ചാലോ ഒന്ന് അടുത്തിരുന്നാലോ സ്വസ്ഥമാകാൻ കഴിയുന്ന അനേക ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന പരമമായ യാഥാർത്ഥ്യവും ലക്ഷ്യവും. അതുകൊണ്ട് ആരെങ്കിലും ആവുക എന്നതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ലോകത്തിലൊന്നുമില്ല. നമ്മൾ എന്തിനെയൊക്കെയോ വല്ലാതെ സ്നേഹിച്ച് ഇതെൻ്റെ പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ കാത്തു പരിപാലിക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിരർത്ഥകവും നിരാശയുമുള്ള ജീവിതം കൊണ്ട് നിരാശയുടെ ബാക്കി പത്രങ്ങളായി മനുഷ്യൻ ജീവിക്കാൻ മറന്നുപോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന വളരെ മനോഹരമായ ഒരു ശബ്ദം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഇന്ന് ദൈവവചനത്തോട് ചേർന്ന് നാം ഈ ദേവാലയത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയും അനുഗ്രഹവുമുള്ള ഈ പുണ്യഭൂമിയിലിരിക്കുമ്പോൾ നമുക്കിന്ന് വചന പഠനത്തിനായി ദൈവസന്നിധി സമർപ്പിക്കുന്ന വാക്യവും അതാണ്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനചിന്ത. ആ ഒരു വാക്യത്തിലൂടെ, ഒരു ചെറിയ വാക്യത്തിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാനായി സാധിക്കണം. എന്നെ സംബന്ധിച്ച് ഈ വാക്യം വളരെ വർഷങ്ങളായി എൻ്റെ മനസ്സിൽ ചിന്തിക്കപ്പെടുന്ന ഒന്നാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ആ വാക്യത്തെ ഓർത്ത് ഒരു പ്രസംഗം നിർവഹിക്കുന്നത്. കാരണം എന്താണ് ഈ വാക്യം എന്നെ ഏറെ ശ്രദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ 13 ഇന്നത്തെ ദിവസത്തിൽ ഞാൻ വൈദികനായിട്ട് 27 വർഷം പൂർത്തീകരിച്ച് 28-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു സ്ലീബാ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്
പുരോഹിതനായി തീർന്നത്. അപ്പോൾ ആദ്യ കുർബാന അന്ന് ഒരു ശനിയാഴ്ചയാണ്, പിന്നെ ഞായറാഴ്ചയാണ് ആദ്യ കുർബാന. ആദ്യത്തെ കുർബാനയിൽ സ്ലീബാ പെരുന്നാളാണ്. സ്ലീബാ പെരുന്നാളിൻ്റെ ഏവൻഗേലിയോൻ ഭാഗമാണ് ആദ്യമായിട്ട് ഞാൻ പടിഞ്ഞാറോട്ട് നിന്ന് ജനത്തെ നോക്കി വിശുദ്ധ കുർബാനയിൽ വായിച്ച ഭാഗത്തിലെ ഒന്നാണ്. പക്ഷേ ഇതുവരെ അത് പ്രസംഗിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്നെ അത് അന്ന് തന്നെ സ്പർശിച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ക്ഷമിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ അതെങ്ങനെ നമുക്കൊക്കെ പൊറുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിൽ ഒരുപാട് അലകൾ സൃഷ്ടിക്കപ്പെട്ട ഒരു വാക്യമായതുകൊണ്ടാണ് അത് ഇതുവരെയും പ്രസംഗിക്കാഞ്ഞത്. അപ്പം ഇപ്പം ഞാൻ യോഗ്യനായി എന്നല്ല അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ക്ഷമ കൊണ്ട് പ്രാണനെ നേടുമെന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു എസ്കറ്റോളജിക്കൽ യുഗം, യുഗാന്ത്യത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് വർണ്ണിക്കുന്ന ചില നിമിഷങ്ങൾ കൂടെയാണത്. തൊട്ടടുത്ത അധ്യായത്തിൽ വരുമ്പോൾ പെസഹായുടെ പെരുന്നാളിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ പഠിപ്പിക്കലിൻ്റെ പൂർത്തീകരണങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ ശ്രേഷ്ഠമായി പറയുന്ന ഒരു കാര്യമാണ്, ഒരു കൊച്ചു വാക്യമാണ് അതിലുള്ളത്. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ക്ഷമിക്കുമ്പോൾ പ്രാണനെ എങ്ങനെ കിട്ടും? ക്ഷമിച്ചാൽ പ്രാണനെ കിട്ടുമോ? അത് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പരമമായ ലക്ഷ്യം. ക്ഷമിച്ചുകൊണ്ട് പ്രാണനെ നേടുവാനായി എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. ഇൻ യുവർ പേഷ്യൻസ് ഈ ഷാൽ വിൻ യുവർ സോൾസ് എന്ന് പറയുന്നു. സാധാരണ ഇംഗ്ലീഷ് ബൈബിളുകളിൽ അങ്ങനെയാണ്. എന്നാൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ അങ്ങനെ ഒരു ബൈബിളിൽ പറയുന്നത്, ബൈ യുവർ എൻഡ്യൂറൻസ് യു വിൽ ഗെയിൻ യുവർ ലൈഫ്സ്. നമ്മൾ ക്ഷമ കൊണ്ട് നമ്മുടെ ജീവനെ നേടുവാനായി സാധ്യമായി തീരുന്നത് എങ്ങനെയാണ്? ഇതൊരു പക്ഷേ ഈ പുസ്തകത്തിൽ ഇതിന് സമാനമായി വിശുദ്ധ മത്തായി ശ്രീകാട് സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം എന്തോ ചെയ്യും? തണുത്തു പോകും. ഫ്രീസറിൽ വെച്ചേക്കുന്ന സ്നേഹം പോലെ ആയി പോകും. ഫ്രീസറിൽ ഒരു സാധനം ഇരിക്കുന്നത് എങ്ങനെയാ? അത് പിന്നെ കുറേ നേരം വേണം ആ ഐസൊക്കെ ഒന്ന് മാറിയിട്ട് അതിനെ നേരെ ചൊവ്വ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ചിലരുടെ സ്നേഹം ഇങ്ങനെയാണല്ലോ. അതിനൊരു കാരണം പറയുന്നത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നിട്ട് പറയുക, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ ഒരു കൊച്ചുവാക്യം ചില പെന്തിക്കോസുകാരെടുക്കും, അവസാനത്തോളം സഹിച്ചിരിക്കുന്നവര്. പക്ഷെ ആദ്യത്തെ വാക്യം എന്തോ, അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തു പോകുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഗ്രീക്ക് വേദപുസ്തകത്തിൽ ഈ വാക്കിൻ്റെ ഈ ക്ഷമയെന്ന് പറയുന്ന ഒരു നൗൺ ഫോമിൽ അതിനെ കാണുമ്പോൾ ഹൈപ്പോമോനെ എന്ന ഒരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് ഒരു കറേജിയസ് ആയിട്ടുള്ള, ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ടുള്ള, പേഷ്യന്റ്, എൻഡ്യൂറൻസ്, ഈ വാക്കുകളൊക്കെ അവിടെ പറയുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ, ക്ഷമിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളെയും ഫേസ് ചെയ്യുന്നത് ധൈര്യപൂർവമായിരിക്കും. ക്ഷമിക്കുന്ന മനുഷ്യർ പല തടസ്സങ്ങൾ, അപ്പോൾ തടസ്സങ്ങളുണ്ട്, ഒബ്സ്റ്റക്കിൾ എപ്പോഴും ഉണ്ടല്ലോ. ഇതിനെ ഫേസ് ചെയ്യുന്നത് ക്ഷമിക്കുന്ന വ്യക്തികൾ വളരെ നന്നായി അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം പറയുന്നുണ്ട്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ആരുടെ നാമനിമിത്തമാ? യേശു എന്ന നാമം, എല്ലാ നാമത്തിനും മേലായ നാമം, സർവജനവും വാഴ്ത്തുന്ന നാമം. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അപ്പൊ ആരെങ്കിലും പകച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തു അനുകാരികളായതുകൊണ്ടാണ് നിങ്ങളെ മറ്റുള്ളവർ പകയ്ക്കുന്നതും നിന്ദിക്കുന്നതും മറ്റുള്ളവർ നമ്മളെ ദൂഷിക്കുന്നതുമൊക്കെ. ഇവിടെ പറയുക, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടുമെന്ന് പറയുകയാണ്. റോമർ 12:13 പറയുന്നുണ്ട്. റോമാലേഖനം 12:13 പൗലോസ്ലീഹ പറയുകയാണ്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ഏതിനാ സഹിഷ്ണുത കാണിക്കണ്ടേ? കഷ്ടത വരുമ്പോൾ നമ്മൾ വല്ലാതെ ഇങ്ങനെ എന്താ പറ്റിയെന്ന് വിചാരിക്കരുത്. കഷ്ടതയിൽ എന്തോ കാണിക്കണം? സഹിഷ്ണുത കാണിക്കണം. കഷ്ടതയും പ്രയാസവും വരുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിൽ
ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പലതിനെയും ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഇന്റൻസ് ഹോസ്റ്റിലിറ്റി, അതായത് തീവ്രമായ ശത്രുത ചില ആളുകൾക്കുണ്ടാകും. നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവർക്ക് എന്തോ തോന്നും, തീവ്രമായ ശത്രുത നമ്മളോട് തോന്നും, അല്ലേ? നമ്മളൊക്കെ ഒരു പക്ഷേ ഒരു ഭൗതിക തലങ്ങളിൽ ഒന്ന് വളർന്നാൽ പോലും, ഒരു സ്ഥാനം കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ജീവിതത്തിൽ വരുമ്പോൾ ആ നേട്ടത്തിന് വല്ലാതെ അസൂയപ്പെടുന്ന മനുഷ്യരുണ്ട്. അവര് രാവും പകലുമില്ലാതെ പിന്നെ ഈ ആളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ആ ആളിനെ താറടിച്ച് ആ ആളിനെ ഒരു നിത്യശത്രുവായി കാണുന്ന അനുഭവം ഉണ്ടാകും. ഇവിടെ ദൈവ വെളിച്ചങ്ങൾ അല്പം പോലും ഉള്ളിൽ പ്രവേശിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ ചിലപ്പോൾ മിണ്ടാതിരിക്കും, അല്ലെ? എത്ര നമുക്ക് സങ്കടം തോന്നും, ഞാൻ എന്തോ ചെയ്തിട്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. പക്ഷേ നമുക്ക് ഇവിടെ ക്ഷമ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. മിസ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും, അതുപോലെ മിസ് പ്രിസൺമെന്റ് ഉണ്ടാകും, ആൻഡ് ഈവൻ ഡെത്ത്, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. ഈ ക്ഷമിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്കറിയാം, വളരെ മനോഹരമായി പേഷ്യൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്, പേഷ്യൻസ് ഈസ് ദ എബിലിറ്റി ടു റിമൈൻ കാം ആൻഡ് എൻഡ്യൂർ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്, കഴിവുള്ളവനെ കഴിവുള്ളവനെന്ന് പറയണം, അല്ലെ? ക്ഷമിക്കുന്നത് ഒരു കഴിവുകേടാണോ? അല്ല, ചിലർ വിചാരിക്കുന്നത് അങ്ങനെ, ക്ഷമിക്കുന്ന ആളുണ്ടായത് കൊണ്ട് അവന്റെ തലയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കാം എന്ന് വിചാരിച്ചാൽ, അങ്ങനെ കയറി നിന്നാലും ആത്യന്തികമായി ക്ഷമിക്കുന്നവന്റെ ഭാഗത്തായിരിക്കും ദൈവം ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹങ്ങൾ തരുന്നത് എന്ന് കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, കുട്ടികളോട് നമ്മൾ ഇടപെടുമ്പോൾ മാതാപിതാക്കൾക്ക് ദേഷ്യം വരും, ക്ഷമ നഷ്ടപ്പെട്ടിട്ട് ഭാര്യയോട് ദേഷ്യപ്പെടും. വളരെ അധ്യാപകരാണെങ്കിൽ വളരെ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് ഗ്രഹിക്കാത്ത കുട്ടികളോടൊന്ന് വരും, ദേഷ്യം വരും, അല്ലെ? 10 പൈസയുടെ 10 നാണയത്തുട്ടിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകളെ മന്ദബുദ്ധികളാക്കി തീർക്കുമ്പോൾ ഇവിടൊക്കെ നമുക്ക് ക്ഷമ നഷ്ടപ്പെടുകയാണ്. ഇവിടെയാണ് പറയുന്നത്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഈ അധ്യായം മുഴുവനായി നമുക്ക് വായിക്കാനോ പഠിക്കാനോ ഇപ്പൊ സമയമില്ലെങ്കിലും അവിടെ പ്രത്യേകം ഓർത്തു നോക്കിയേ, ആ അധ്യായം തുടങ്ങുന്നത് മനോഹരമായ ഒരു കാര്യത്തിലാണ്. അവിടെ പലരും നാണയം, ഇതുപോലൊരു ദേവാലയത്തിൽ പലരും വന്ന് നാണയത്തുട്ടുകൾ ഇട്ടു. ആദ്യത്തെ ഒരു കൊച്ചു വാക്യത്തിൽ പറയുകയാ, അവിടെ വിധവയിട്ട ചില്ലിക്കാശ് ആര് ശ്രദ്ധിച്ചു? ദൈവം തമ്പുരാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫായിട്ട് ആ വാക്ക് തുടങ്ങുന്നേ. അവിടെ ഇങ്ങോട്ട് തുടങ്ങുകയാണ്, ദേവാലയത്തിന്റെ മനോഹാരിത, ദേവാലയത്തിന്റെ മനോഹരമായ അവസ്ഥകള്, ഇതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന മനോഹരമായ ദേവാലയത്തെ കുറിച്ച് വർണ്ണിക്കുക. അപ്പോ കർത്താവ് പറയുകയാണ്, ഈ ദേവാലയം ഇടിഞ്ഞു പോവും, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയല്ല. അപ്പോൾ നമുക്ക് തോന്നും ദേവാലയത്തോടുള്ള ഒരു അമർഷമാണോ? അല്ല, ദേവാലയത്തോടുള്ള അമർഷമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു പാവപ്പെട്ട വിധവയുടെ ചില്ലിക്കാശ് ശ്രദ്ധിച്ചിട്ട് ദേവാലയത്തിന്റെ മനോഹാരിതയിൽ മാത്രം നിന്ന് വർണ്ണിക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യ സമൂഹത്തോടെ ആത്യന്തികമായി തമ്പുരാൻ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും എന്ന് പറയുമ്പോൾ, സോ ദേ ആസ്ക്ഡ് 2 questions. അപ്പോഴാ ശിഷ്യന്മാർ 2 ചോദ്യം ചോദിച്ചു. എന്തൊക്കെയാണെന്നറിയാമോ? വെൻ വിൽ ദിസ് ഹാപ്പൻ? ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? ഇതെപ്പോഴാ സംഭവിക്കുമെന്ന് പറയാമോ? ഈ ദേവാലയം ഇല്ലാതാകുന്ന എപ്പോഴാന്ന് പറയാമോ? എന്നിട്ട് പറയുക, ഇത് സംഭവിക്കുന്നതിനുള്ള അടയാളം എന്താണ്? ഈ 2 കാര്യമാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചില അസ്ഥാനത്ത് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളോട് ദേഷ്യപ്പെടുന്ന മനോഭാവം ഉണ്ടാകുന്നെങ്കിൽ, ഒരു ഗുരുവിന് ശിഷ്യനോട് ദേഷ്യപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നെങ്കിൽ, ഇവിടെ കർത്താവ് അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല. യേശുതമ്പുരാൻ ശാന്തമായി ഡയറക്റ്റായിട്ട് ഉത്തരം പറയുകയല്ല, ഇൻഡയറക്റ്റായി കർത്താവ് ഉത്തരം പറയുകയാണ്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവിൻ്റെ ഒരു വാണിംഗാണ്, നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. പിന്നെന്താ പറയുന്നേ? ഞാനാകുന്നു, സമയം അടുത്തു എന്നൊക്കെ പറഞ്ഞ് പലരും വരും. AD 2000 ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്കയിലുള്ള ഒരു ദൈവദാസൻ പറഞ്ഞു,
2000 ആകുമ്പോൾ ലോകം അവസാനിക്കും. 2000 വർഷം. ഇപ്പൊ ഏത് വർഷമാ? ഇപ്പൊ 24 വർഷവും കൂടെ കഴിഞ്ഞ്. മനസ്സിലായോ? 2000 ലോകം അവസാനിക്കും എന്ന് പറഞ്ഞു. 2000 കഴിഞ്ഞ് ഒരു 3-4-5 മാസം കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഉടനെ തിരിച്ചു പറയാന്നേ, ദൈവത്തിന് ഒരു ദിവസം 1000 ദിവസം പോലെയാ. ദൈവത്തിനൊരു ദിവസം അയാൾ മാറ്റി പറയുകയല്ലേ, ഇത് ഒരു കണക്കിന് മാറ്റി പറയുകയല്ലേ. ഇവിടെ നോക്കിയേ, ഞാനാകുന്നു എന്ന് പറഞ്ഞു പലരും നിങ്ങളുടെ അടുക്ക വരും. അവര് വൃതന്മാരെ തെറ്റിക്കും, അവർ അടയാളം കാണിക്കും, അവർ അത്ഭുതം കാണിക്കും. നമ്മൾ പ്രാണൻ നഷ്ടപ്പെടരുത്. എങ്ങനെ? ക്ഷമിച്ച് പ്രാണൻ നേടിക്കോണം. അതാ പറയുന്നതിന്റെ ആത്യന്തിക അർത്ഥം. ഇതിന്റെ ഒരു ക്യാപ്സൂളായ ഒരു വാക്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമ്മൾ ഓർത്ത് നോക്കിയേ, ക്ഷമിച്ച് പ്രാണനെ നേടുന്ന ഒരാത്മീകത കർത്താവ് പഠിപ്പിക്കുകയാണ്. യുദ്ധം, കലഹം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി ഇതെല്ലാം കണ്ടവരാണ് എന്നെ ഉപകരിക്കുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും കാണാത്തവരുണ്ടോ? ഇല്ല. 2024 സെപ്റ്റംബർ മാസം 13-ാം തീയതി പരിശുദ്ധ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുന്ന ജനം ഈ പറഞ്ഞതെല്ലാം കണ്ടു. പക്ഷേ അവിടെ പറയുകയാ, ഇതൊക്കെ ഒരു ആരംഭം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും കണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. പിന്നെ പറയുന്നൊരു വാക്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം വായിച്ച സുവിശേഷത്തിലെ കുർബാന മധ്യേ വായിച്ച ഒരു ഭാഗമായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങൾ എവിടെങ്കിലും പോകുമ്പോൾ പ്രതിപകരത്തിന് അല്ലെങ്കിൽ എന്ത് പറയുമെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. എന്ത് വാക്കും ജ്ഞാനവും ഒക്കെ ഞാൻ അന്നേരം നിങ്ങൾക്ക് നൽകും. ഒരുപക്ഷെ വിക്കനായ മോശയെ ശക്തനാക്കുന്ന ദൈവം അനവധി ബലഹീനരെന്ന് നമ്മുടെ ചിന്തയിൽ തോന്നുവാൻ സാധ്യതയുള്ള മനുഷ്യരെ ശക്തമാക്കി നിർത്തുന്ന ദൈവം പറയുക, വാക്കും ജ്ഞാനവും ഞാൻ അപ്പൊ തരും. അപ്പൊ ജ്ഞാനം വേണം. ജ്ഞാനം ജീവിതത്തിന്റെ ഒരു അഭികാമ്യ ഘടകമാണ്, ജീവിതത്തിൽ എപ്പോഴും ആർജിക്കേണ്ട ഒന്നാണ്. ചിലർ വിചാരിക്കുക സെക്കുലർ കോളേജിൽ പോയി പഠിച്ച് വിദ്യാഭ്യാസം നേടുന്നതാണ് ജ്ഞാനം എന്നുള്ള തെറ്റായ ചിന്തകൾ വരികയാണ്. ഇവിടെ ഇതെല്ലാം പറഞ്ഞിട്ടാ പറയുന്നത്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഇതൊരു ഒരു സ്റ്റേറ്റ്മെന്റ്, കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കിയേ, 116-ാം സങ്കീർത്തനം 1 പോലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 116-ാം സങ്കീർത്തനം അവിടെ പറയുക, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ പറയുന്ന പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാതനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട്. ആരാ ചെവി ചായ്ച്ചേ? നമ്മുടെ ഭാര്യ കേൾക്കാതിരുന്നപ്പോൾ, നമ്മുടെ ഭർത്താവ് കേൾക്കാതിരുന്നപ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കാതിരുന്നപ്പോൾ, നമ്മുടെ മാതാപിതാക്കൾ കേൾക്കാതിരുന്നപ്പോൾ, നമ്മുടെ ഏറ്റവും സുഹൃത്തായവൻ കേൾക്കാതിരുന്നപ്പോൾ ഇവിടെ പറയുകയാ, അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ജീവകാലമൊക്കെയും വിളിച്ചപേക്ഷിക്കേണ്ടത് അവനെയാ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളത്തിന്റെ വേദനകൾ എന്നെ പിടിച്ചു. നമ്മൾ ഓർത്ത് നോക്കിയേ, മരണത്തിന്റെ താഴ്വരയിലാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടം നോക്കിയേ, 30 വയസ്സുള്ള പിള്ളേര്, 40 വയസ്സുള്ള പിള്ളേര്, അവര് ഒരു ലക്ഷണവും കാണിക്കാതെ പെട്ടെന്ന് തന്നെ ജീവനില്ലാതെയാകുന്ന അനുഭവം. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, മറ്റു മെഡിക്കൽ സയൻസിലെ പല കാര്യങ്ങളും പറയുമെങ്കിലും ജീവിതത്തിൽ നോക്ക്, മരണപാശങ്ങൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവേ എൻ്റെ പ്രാണനെ, അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം, എൻ്റെ പ്രാണനെ രക്ഷിക്കണം. ആത്മാവ് അത് പ്രധാനപ്പെട്ടതാണ്. യഹോവ കൃപയും നീതിയും ഉള്ളവനാ. യഹോവ കൃപയും നീതിയും ഉള്ളവൻ. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. കരുണയുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. കുറച്ച് ബുദ്ധിയുള്ളവരെയും അവൻ എന്ത് ചെയ്യുന്നു? നീ പോയി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് വരാൻ ദൈവം പറഞ്ഞോ? ഇല്ല. അത് വേണം, നീ പഠിച്ചോ, കുഴപ്പമില്ല, നിന്റെ ജ്ഞാനം അങ്ങനെ കിട്ടിക്കോട്ടെ. പക്ഷേ നമ്മുടെ ദൈവം കരുണയുള്ളവൻ,
യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ട് അവൻ എന്നെ രക്ഷിച്ചു. എപ്പോഴാണ് അവൻ എന്നെ രക്ഷിക്കുന്നത്? ഞാൻ എളിമപ്പെടുമ്പോ. എളിയവൻ ആകണം, എളിയവൻ. താണ നിലത്തെ നീരോടു, അവിടെ ദൈവം. എളിമയുടെ അനുഭവം. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. സ്വസ്ഥമായിരിക്കണം. അപ്പൊ എങ്ങനെ ഇരിക്കണ്ടേ? സ്വസ്ഥത വേണം, ആകുലത വേണ്ട. ഇപ്പം ഇവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ ആകുലതകൾ കാണാം. പക്ഷേ ദൈവം പറയുകയാ, ഇന്ന് നിങ്ങളോട് പറയുകയാ, നിങ്ങൾ എങ്ങനെ ഇരിക്കണം? സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ആരുടെ മുമ്പാകെ നടക്കുന്നത്? യഹോവയുടെ മുമ്പാകെ നടക്കുന്ന അനുഭവം ഉണ്ടാകും. വിശുദ്ധനായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അത് യഥാർത്ഥത്തിൽ എന്നോടുള്ള വാക്യമാണ്, ഉപദേശിക്കുന്നവരോടുള്ള വാക്യമാണ്. അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കളാകരുത്. കാരണം ഉപദേശിക്കുന്നവൻ പറയുന്നത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഇവിടെ പറയുക, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബ് തൻ്റെ അന്തർജ്ഞാനം വെച്ച് പറയുകയാണ്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, വാക്ക് മാറാത്തവൻ ആരാ? ദൈവം അല്ലേ? വാക്കുമാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ എന്ന് നമ്മൾ പാടും. അപ്പോൾ പറയുക, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷരാകുന്നു. എന്നിട്ട് യാക്കോബ് കൊടുത്തിരിക്കുന്ന ഉപമാനങ്ങൾ 2 വളരെ പ്രധാനപ്പെട്ടതാ. കുതിരയെ അധീനമാക്കാൻ അതിൻ്റെ എവിടെ കടിഞ്ഞാണിടുന്നത്? അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നല്ലോ. കുതിരയെ കടിഞ്ഞാണിട്ട് നിർത്തുന്നല്ലോ. കപ്പൽ എത്ര വലുതായാലും, കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും, അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിച്ച് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമാണ്. നമ്മുടെ നാക്ക് ചെറിയ അവയവമാണ്. അത് വളരെ വമ്പ് പറയുന്നു. എന്ന് പറയുന്നത് വളരെ വമ്പ് പറയുന്നു. നാവ് കൊണ്ട് എപ്പോഴും വമ്പ് പറയാൻ നമുക്കിഷ്ടം അല്ലയോ? നമ്മുടെ പൊങ്ങച്ചം പറയാനല്ലേ ഇഷ്ടം കൂടുതൽ? ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഈ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് അവരുടെ ഗമ പറയാൻ അവനെ പോന്നേ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര കാട് കത്തിക്കുന്നു. ഒരു തീ മതി, അത് കാട് കത്തിക്കുന്നു. ആ നാവ് ഒരു തീ തന്നെ. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി രോഗമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ജീവന്റെ ചക്രം മലിനമാക്കി അതിനെ തീ പിടിപ്പിച്ച് അതിനെ മലീമസമാക്കി നടക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണം. നാവിന് മനുഷ്യർക്കാർക്കും മരിക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. മരണകരമായ വിഷം നിറഞ്ഞത് എന്നിവിടെ പറയുകയാണ്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ പ്രാർത്ഥിക്കും. നമ്മുടെ 3-ാം മണി കഴിഞ്ഞു. ഇനി ഇത് ധ്യാനം കഴിയുമ്പോൾ ഉച്ച നമസ്കാരമൊക്കെ നടത്തും. അത് കഴിഞ്ഞ് നമുക്ക് കഞ്ഞിയൊക്കെ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഇവിടെ പിതാവായ ദൈവത്തെ ഈ നാവ് കൊണ്ട് സ്തുതിക്കുന്നു. മനുഷ്യനെ അതിനാൽ തന്നെ ആ നാവ് കൊണ്ട് തന്നെ മനുഷ്യനെ ശപിക്കുന്നു. ശാപവാക്കുകൾ പറയുന്ന വ്യക്തികൾ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും, ഒരേ വായിൽ നിന്ന് തന്നെ രണ്ടും വരും. എന്തൊക്കെ വരും? സ്തോത്രവും വരും, പിന്നെ ശാപവും വരുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും വരാറില്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും വരാറില്ല. അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല എന്ന് യാക്കോബ് തന്റെ ലേഖനത്തിൽ പ്രത്യേകം പറയുകയാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് നമ്മുടെ വാക്കിലേക്ക് പറയുന്നത്. നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട്, ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ
നേടണം. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടണം. അങ്ങനെയെങ്കിൽ ഈ ക്ഷമയുടെ ചില പ്രത്യേകതകൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് കാണുന്ന ചില അപകടങ്ങൾ, ഒന്ന് പേഷ്യൻസ് അണ്ടർ പ്രൊവോക്കേഷൻ. എന്തോ മനസ്സിലായി? പ്രകോപനത്തിന് കീഴിലുള്ള ഒരു ക്ഷമ വേണം. പ്രകോപിപ്പിക്കാൻ ആളുകൾ ഒത്തിരി കാണും, പക്ഷെ അതിന് താഴെ നമ്മുടെ ക്ഷമ വരണം. പ്രകോപിപ്പിച്ചാലും എന്തോ ചെയ്യണം? മനസ്സിലായോ? പ്രകോപിപ്പിച്ചാലും, ഒന്നാമത്തെ ചിന്ത അതാ, പ്രകോപിപ്പിച്ചാലും നമ്മൾ ക്ഷമിക്കണം. ഒരു സിമ്പിളായിട്ടൊരു കാര്യമാണ്, രസകരമായ ഒരു കെട്ടുകഥയാണ്. അതിങ്ങനെ പറയുന്നേ, ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാളുടെ കുട്ടി, അയാളുടെ ഒരു കുഞ്ഞും ഒരു കഴുതയുണ്ട്. കഥാപാത്രങ്ങൾ 3 പേരാ. മനസ്സിലായോ? ഒരു വൃദ്ധനുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഒരു കഴുതയുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുക, ദീർഘമായ യാത്ര, തീർത്ഥയാത്രയാണ്. 1ാമത്തെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. പല ഗ്രാമങ്ങളിൽ പോയി, ഏതാണ്ട് 5 ഗ്രാമങ്ങളിലെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. 1ാം ഗ്രാമത്തിൽ പ്രവേശിച്ചു. കഴുതയെ തെളിച്ച് വൃദ്ധൻ മുന്നിലും കുട്ടി പുറകിലും പോയി. 1ാമത്തെ ഗ്രാമത്തിൽ കഴുതയെ തെളിച്ച് വൃദ്ധൻ മുന്നിലും കുട്ടി പുറകിലും പോയി. അപ്പോ ആ ഗ്രാമക്കാർ പറഞ്ഞു, ഈ വയസ്സൻ എന്തോ വിട്ടിയാ, ഇങ്ങനൊരു വിട്ടി തന്നെ, കഴുതപ്പുറത്ത് സുഖമായിരുന്ന് യാത്ര ചെയ്തുകൂടെ? അയാൾ കഴുതയെ തെളിച്ച് മുന്നിൽ പോയി, അദ്ദേഹത്തിന്റെ മോൻ പുറകെ വന്നു. അപ്പൊ നാട്ടുകാരെന്തോ പറഞ്ഞു, കഴുതയെ തെളിച്ച് എന്തോ ചെയ്തു മുന്നിൽ നിങ്ങൾ കഴുതയെ തെളിച്ച് പോകുമ്പോ അവര് പറയുകയാണ്, ഈ കഴുതയുടെ പുറത്ത് ഈ കൊച്ചു അപ്പനൂടെ കയറിയിട്ട് സ്വസ്ഥമായി സുഖമായി യാത്ര ചെയ്തുകൂടെ? ഇത് അയാളെ അഫക്റ്റ് ചെയ്തു. അങ്ങനെയാണല്ലോ, ആര് പറഞ്ഞാലും നമ്മൾ അഫക്റ്റ് ചെയ്യും. അപ്പൊ അയാൾ അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ അയാൾ എന്തെന്നറിയാമോ? കഴുതപ്പുറത്ത് ഈ വൃദ്ധൻ കയറി. അപ്പോ വൃദ്ധൻ അവിടെ കയറി. അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോ കൊച്ചു നടന്നു. അപ്പൊ ഈ ഗ്രാമക്കാർ പറയുകയാണ്, ഈ വയസ്സനൊരു ക്രൂരനാണ്, കാരണം ഒരു കുട്ടിയെ നടത്തുന്നു. 3ാമത്തെ ഗ്രാമത്തിൽ ചെന്നപ്പോഴെന്ത് ചെയ്യുന്നറിയാമോ? വൃദ്ധൻ താഴെ ഇറങ്ങി കുട്ടിയെ കഴുതയുടെ പുറത്ത് കയറ്റി ഇരുത്തി. അപ്പോഴ് ആ നാട്ടിലെ ആ ഗ്രാമക്കാർ പറഞ്ഞു, കുട്ടി മര്യാദയില്ലാത്തവൻ ഒരു വൃദ്ധനെ നടത്തുന്നു. 4ാമത്തെ ഗ്രാമത്തിൽ എന്തോ എന്നറിയാമോ? 2 പേരും കഴുതപ്പുറത്ത് കയറിയിരുന്നു. ആരാ? വൃദ്ധനും കയറിയിരുന്നു, ആ കുഞ്ഞും കയറിയിരുന്നു. അപ്പൊ ഈ നാട്ടുകാർ പറയുകയാണ്, എന്തൊരു ക്രൂരതയാണ് ഈ കഴുതയോടെ കാണിക്കുന്നത്. അപ്പൊ 5ാമത്തെ ഗ്രാമത്തിൽ ചെന്നപ്പോ എന്തോ എന്നറിയാമോ? ഈ പാവം വൃദ്ധൻ ഈ കഴുതയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോയി. കഴുതയെ തോളിലേന്തി ക്ലേശിച്ച് നടക്കുന്ന ഒരു വൃദ്ധൻ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാം കഴുതകളാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതുപോലെ ക്ലേശിച്ച് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. വല്ല സംശയമുണ്ടോ? ഒന്നാലോചിച്ച് നോക്കിയേ. മറ്റുള്ളവർ പറഞ്ഞത് അഫക്റ്റ് ചെയ്താ നമ്മൾ നടക്കുന്നേ. എന്നാലും എന്നെ കുറിച്ച് ഇങ്ങനെ പറയാമായിരുന്നോ? ഞാൻ എന്തെല്ലാം ഉപകാരമൊക്കെ ചെയ്തതാ. അങ്ങനെ ഉപകാരം ചെയ്തവർക്കേ കിട്ടത്തുള്ളൂ വല്ലതൊക്കെ. നല്ല നല്ല കായുള്ള മാവിനെ ഏറ് കിട്ടത്തുള്ളൂ. വല്ലതൊക്കെ നല്ല ചെയ്യുമ്പോഴേ വല്ലതൊക്കെ വല്ലതും പറയും. പക്ഷെ ഇവിടെ ഓർക്കുക, പേഷ്യൻസ് അണ്ടർ പ്രൊവോക്കേഷൻസ്. എന്താ അതിന്റെ അർത്ഥം? പ്രകോപനത്തിന് കീഴിലുള്ള ഒരു ക്ഷമ വളർത്തിയെടുക്കണം. പ്രകോപിപ്പിക്കാൻ എപ്പോഴും ആളുകൾ കാണും. പ്രകോപിപ്പിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കയ്യെ ഒന്ന് റിയാക്ട് ചെയ്ത് പിടിച്ചാല് ആ കൊച്ചുകുട്ടി ഒരു 2 വയസ്സേ ഉള്ളെങ്കിലും അതിനാകുന്ന ബലമെടുത്ത് ആ പിടിച്ച ആളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അതാ റിയാക്ഷൻ. പ്രകോപിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഈ ലോകത്ത് കൂടുതൽ. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് പ്രകോപിപ്പിക്കും, ജഡമോഹങ്ങൾ കൊണ്ട് പ്രകോപിപ്പിക്കും. പലതരം അവസ്ഥകളിൽ നമ്മളെ പ്രകോപിപ്പിക്കുവാൻ ഈ സമൂഹത്തിൽ അനവധി കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ക്ഷമ കൊണ്ട് പ്രാണനെ നേടണമെങ്കിൽ നമ്മൾ പ്രകോപനത്തിന് മുകളിൽ നമ്മുടെ ക്ഷമയെ വളർത്തിയെടുക്കുവാനായി നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം ധന്യവും അനുഗ്രഹവുമായി തീരുന്നത്. രണ്ടാമത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പേഷ്യൻസ് അണ്ടർ ഡിസപ്പോയിൻമെന്റ്. അതായത് നിരാശയുടെ കീഴിലുള്ള ക്ഷമ. കടുത്ത നിരാശയാ, ചെയ്യുന്ന ഒന്നും ശരിയാകുന്നില്ല. ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ അവിടെ കൈവിട്ടു പോകരുത്. പ്രതീക്ഷ കൈവിട്ടു പോകരുത്. ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങുവാനുള്ള ആർജവമുണ്ടെങ്കിൽ, ഒരു ശ്രമം കൂടി നടത്തുവാനുള്ള ക്ഷമയുണ്ടെങ്കിൽ
അല്പനേരം കൂടി തുടരുവാനുള്ള ഊർജമുണ്ടെങ്കിൽ, എന്തിനു വേണ്ടി തുടങ്ങി എന്നതിനെ കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ ഒരു ഉദ്യമവും പാഴാകില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നറിയാമോ? ആകെ നിരാശയുടെ കരുനിഴൽ വീണ മനുഷ്യരാണ് ഏറെ. അതുകൊണ്ട് ഈ പ്രതീക്ഷിക്കുന്ന കൂടുതലായതുകൊണ്ടാണ് നിരാശ വരുന്നത്, അല്ലേ? വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഏറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. കോവിഡാനന്തര ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ദമ്പതികളുടെ ഇടയിൽ ദമ്പതി സംസ്കരണങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. പ്രതീക്ഷിക്കുന്ന പോലെ ആകുന്നില്ല. ഇത്രയും പ്രതീക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 40% ഒരാൾ പ്രതീക്ഷിച്ചുള്ള 60 കിട്ടിയാൽ സന്തോഷമാകത്തില്ലേ? 70-80 ഒക്കെ പ്രതീക്ഷിച്ചിട്ട് 40 കിട്ടിയാൽ ശരിയാവുമോ? അത് വലിയ പ്രയാസമാകും. ഈ വിവാഹത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, നിലവിലിപ്പോൾ ഉണ്ട്, സഭയിലുണ്ട്. എന്നാൽ കല്യാണം ഉറച്ചിരിക്കുന്നതിന് പിള്ളേർ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലാതെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വിവാഹം റെഡി ആയിരിക്കുകയാണ്, പക്ഷെ എനിക്ക് അതിനു മുമ്പ് ഒന്ന് ഡിസ്കസ് ചെയ്യണം, ആളിൻ്റെ മധ്യത്തിലിരുന്നൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ രണ്ടുപേരെയും വിളിച്ചപ്പോഴേ ഇവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്താ അറിയാമോ? ഒരാൾക്ക് പ്രകടനാത്മകമായ ആത്മീയത അങ്ങ് കൂടി, കെട്ടാൻ പോകുന്ന ഒരാൾക്ക് പ്രകടനാത്മകമായ ആത്മീയത കൂടി. അതാണ് വിഷയം. അയാളിങ്ങനെ ഒരുപാടെടുത്ത് ഈ വലിയ കരിസ്മാറ്റിക് പോലെയുള്ള ധ്യാനങ്ങളിലൊക്കെ പോയിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ വചനത്തിന്റെ പെട്ടി കൈവച്ചേക്കുക. അപ്പോൾ ഈ ആലോചന വീട്ടുകാർ തമ്മിൽ നടത്തിയാണല്ലോ. രണ്ടുപേരും ഇവിടെ പിന്നെ ഫോൺ വിളിച്ചു തുടങ്ങിയപ്പോഴേ ഈ പെങ്കൊച്ചാണ് ഇവിടെ ഏറെ വിഷമിക്കുന്നത്. അവളാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന്. അപ്പൊ ഇവിടെ എന്താ വിഷയം അറിയാമോ? ഈ കൊച്ച് പറയുകയാ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ, പ്രത്യേകിച്ച് ഞങ്ങൾ യങ് ആയിട്ടുള്ളവരല്ലേ, വിവാഹിതരാകേണ്ടവരല്ലേ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ ഉടനെ ഈ മനുഷ്യൻ മത്തായി 10:8, സദൃശവാക്യങ്ങൾ 5:6. ഇതൊരു തമാശയ്ക്ക് വേണ്ടി പറയുന്നത്. എൻ്റെ മുമ്പിൽ വന്നിരുന്ന 2 പേരെ ഭാവിയിൽ വിവാഹിതരാകാൻ പോകുന്ന, അവര് ഒരു ജനുവരി മാസത്തിൽ വിവാഹിതരാകുന്നെങ്കിൽ ഏതാണ്ട് അതിനു മുമ്പുള്ള മെയ് മാസത്തിൽ എന്നെ കാണാമെന്ന ഒരു ആളുകളുടെ കാര്യം ഞാൻ പറയുന്നേ. നോക്കിയേ, നമ്മൾ നിരാശരാകാനുള്ള അനവധി സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങാനുള്ള ആർജവമുണ്ടെങ്കിൽ നമ്മുടെ ഉദ്യമങ്ങൾ പാഴാക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനായി സാധിക്കണം. ക്ഷമ കൊണ്ട് പ്രാണനെ നേടും. ക്ഷമയുടെ ആദ്യത്തെ ഒരു അപജയം പോലെ തോന്നാകുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമാകുന്ന പ്രൊവോക്കേഷൻസ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഡിസപ്പോയിൻമെന്റ്, നിരാശ വരും ജീവിതത്തിൽ. നിരാശകളുടെ കരുനിഴൽ ജീവിതത്തിൽ വന്ന് പതിക്കുമ്പോ ഇനിയും എനിക്ക് ഒന്നുകൂടെ മുന്നോട്ട് പോകാനില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തിന്റെ പിടിയിലേക്ക് പോകാൻ ശ്രമിക്കുകയല്ല ജീവിതത്തിൽ വേണ്ടത്. ഈ പ്രണയങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, പ്രണയിച്ചിട്ട് പിള്ളേരുടെ ഭാഷയിൽ പറയാ, ഒരാൾ തേച്ചേച്ചു പോകുമ്പം മറ്റേയാള് പഠിക്കാതെയും ജോലിക്ക് പോകാതെയും നിഷ്ക്രിയരായിത്തീരുന്ന എന്തിന് ജീവിതത്തിൽ ഓർത്തു നോക്കണം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല. നിങ്ങളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജുകളിൽ എവിടെയോ ഒരു ഭാഗത്തുണ്ടാകുന്ന ചില സംഭവങ്ങൾ മാത്രമാണിത്. ഈ അത്തപ്പൂവൊക്കെ ഇടത്തില്ലേ, ഇപ്പം അത്തം 10 ഓണം എന്നൊക്കെ പറയത്തില്ലേ, ഉറപ്പല്ലേ? അത്ത ഉദിച്ചന്ന് മുതൽ ചില വീടുകളുടെ മുമ്പിൽ പൂക്കളമിടും. അപ്പൊ ഒരു പൂ എടുത്തു വെച്ചാൽ അത് പൂക്കളാവൂ? എനിക്ക് തോന്നുന്നില്ല. അനവധി പൂക്കൾ ചേരുന്നതാണ് പൂക്കളം. ജീവിതം അങ്ങനെയാണ്, അനവധി സംഭവങ്ങൾ ചേരുന്നതാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന പറയൂ, ഒരു സംഭവത്തിൽ ഉടക്കിക്കിടന്ന് ജീവിതത്തെ മുഴുവൻ നെഗറ്റീവായിട്ട് കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു സംഭവത്തിന് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്ന് തളച്ചു വെക്കാനുള്ളതല്ല ജീവിതം. ആർജവത്വമുള്ള ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ സംഭവബഹുലമായ ജീവിതത്തില് അനവധി കാര്യങ്ങൾ, അല്ലെ, നമ്മൾ ഈ കടല് കാണാനൊക്കെ പോകുമ്പോ യഥാർത്ഥത്തിൽ തിരകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് കൊണ്ടാണ് ഈ കടലിലെ തിരമാലകളെ കണ്ട് നമ്മുടെ കണ്ണ് രസിക്കുന്നത്. നമ്മൾ ഒരു തിര കണ്ടേച്ച് പിന്നെ ഉച്ചയ്ക്ക് അടുത്ത തിര വരുമെന്നുള്ള പറഞ്ഞ് നമ്മൾ അവിടെ കാണാൻ നിൽക്കൂ? ഇല്ല. കാട് കാണാൻ പോയാൽ
മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ജീവിതം അർത്ഥവത്തായ കണ്ണിന് സുഖം തരുന്ന ഒന്നായിത്തീരുന്നത്. ജീവിതത്തെയും ഈ ഒരു തലത്തിലുള്ള കാഴ്ചപ്പാടാണ് വരേണ്ടത്. അനവധി സംഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ജീവിതം. ഒരു സംഭവത്തിലുടക്കി മരണത്തെ വരിക്കുവാൻ നിനക്ക് അനുവാദമില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുവാൻ സാധിക്കണം. മറ്റൊന്ന് പേഷ്യൻസ് അണ്ടർ റെസ്ട്രെയിൻസ്, അതായത് നിയന്ത്രണങ്ങൾക്ക് കീഴിലുള്ള ഒരു ക്ഷമ. ചില നിയന്ത്രണമൊക്കെ ഉണ്ട്, അതിന് കീഴിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റൂ. പിള്ളേർ ചിലപ്പോൾ ചോദിക്കും, ഈ സഭയുടെ എന്തോ ഒരു നോയമ്പാ, എന്തോ പ്രാർത്ഥനയാ, 50 നോമ്പൊക്കെ വരുമ്പോൾ ചില പിള്ളേർ പറയും ഇത് എന്ന് തീരുമെന്ന്, ഇതെന്നാ ഇനിയും തീരുന്നേ. ചില പിള്ളേർ അതെങ്കിൽ കോവയ്ക്ക ആയാലും അത് മീനാന്ന് സങ്കല്പിച്ച് കഴിക്കുകയും അതിന് അനുസരിച്ച് ജീവിക്കാനൊക്കെ ശ്രമിക്കും. നിയന്ത്രണത്തിന് കീഴിലൊരു ക്ഷമയുണ്ട്. നമുക്കൊരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് നമുക്ക് ഒരു ഇഷ്ടമാണ് പലപ്പോഴും. അത് ഈ പുതിയ തലമുറയിൽ ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. സമൂഹത്തെ അവർക്ക് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ചില കുട്ടികൾ പഠിക്കാൻ വെളിയിൽ പോകുമ്പോൾ അവരുടെ പ്രണയം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ അപ്പുറമായി തീരും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പഠനം പറയുന്നത് ഈ വർഷം മുതലോ അല്ലെ ഇന്ന് മുതലോ ഒക്കെ പോകുന്ന പിള്ളേര് മിക്കവാറും ഒരു കേരളീയരെ കെട്ടാൻ സാധ്യതയില്ല. അവിടെ ചെന്നാൽ ആ നാട്ടുകാരെ കിട്ടുന്ന കാരണം അവര് +2 മുതൽ പോകുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടാകാവുന്ന കാലഘട്ടമെല്ലാം അവിടെ അവർ ചിലവഴിക്കുന്നത് കൊണ്ട് അതിന് സാധ്യതയുണ്ട്. ഞാനിത് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള അമ്മമാരൊക്കെയാണ്. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പിള്ളേരെ കുരിച്ച് നിർത്തി ചോദ്യം ചെയ്യിക്കാനൊന്നും അല്ല ഞാനിത് പറയുന്നത്. നമ്മൾ ഈ പൊതുവെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, നമ്മുടെ അറിവിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരെ കുനിച്ചു നിർത്തി ഇടിക്കാനോ അവരെ മര്യാദ പഠിപ്പിക്കാനോ ശ്രമിച്ചാൽ അവർ നിങ്ങളെ മര്യാദ പഠിപ്പിക്കുക, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നിനും നമ്മളാരും പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നിയന്ത്രണങ്ങൾക്ക് കീഴിലുള്ള ഒരു ക്ഷമ, തനിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒട്ടേറെ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ അവയെല്ലാം ആർക്കെങ്കിലും ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അവരെ കണ്ടെത്തുക എന്നതാണ്, അന്വേഷിക്കുന്ന നീതി കണ്ടെത്തുവാൻ നമ്മൾ പരിശ്രമിക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് മാനസികവും ശാരീരികവും വൈകാരികവുമായ പ്രവർത്തികൾ എപ്പോഴും നിയന്ത്രണ വിധേയമായിരിക്കണം. മാനസികമായി, ശാരീരികമായി, വൈകാരികമായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും എപ്പോഴും നിയന്ത്രിക്കണം. ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും മനസ്സിലൊന്ന് ഇട്ട് അതിനെ ഫിൽട്ടർ ചെയ്യണം. ഞാനിത് പറഞ്ഞാൽ ശരിയാവൂ, ഇയാൾക്ക് എന്തോ തോന്നും അല്ലെ. സാധാരണ മുമ്പുള്ള പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ ഉള്ളിൽ വെച്ചാൽ നമുക്ക് ഡിപ്രഷൻ വരും. നമ്മൾ തുറന്നു പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം തോന്നും. അപ്പോൾ അമർത്തി വെച്ചാൽ ഡിപ്രഷൻ ഉണ്ടാകും, സപ്രസ് ചെയ്താൽ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകും, എക്സ്പ്രസ് ചെയ്താൽ ആരെയെങ്കിലുമൊക്കെ ബാധിക്കും അല്ലേ. ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചിലർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയല്ലോ. എന്നാൽ എല്ലാ സത്യവും എല്ലായ്പ്പോഴും വിളിച്ചു പറഞ്ഞ് ഈ സമൂഹം മുഴുവൻ കുളമാക്കി തീർക്കാനുള്ള പരിശ്രമമല്ല വേണ്ടത്. നിയന്ത്രണത്തിന് വിധേയരാകണം. അതുകൊണ്ടാ ഈ വലയ്ക്കുള്ളിൽ കിടക്കുന്ന മത്സ്യങ്ങളെ പോലെ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു ഉപമയിൽ പറയുന്നുണ്ടല്ലോ, എല്ലാ വക മീനും അതിൽ കയറിയതുപോലെ ഈ സഭയ്ക്കുള്ളിൽ അത് തിരഞ്ഞു മാറ്റാനും നിയന്ത്രണ വിധേയമായി തീരാനും ഒക്കെയുള്ള പരിശ്രമം ദൈവത്തിന്റെ പുത്രൻ തന്റെ മനുഷ്യാവതാരത്തിൽ കൂടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ നേടുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ വൈകാരിക തലങ്ങളിലും ശാരീരിക തലങ്ങളിലും മാനസിക തലങ്ങളിലുമെല്ലാം നമ്മൾ നിയന്ത്രണ വിധേയരായേ മതിയാകൂ എന്നുള്ളത് തിരിച്ചറിയാൻ സാധ്യമായി തീരണം. വീണ്ടും പേഷ്യൻസ് അണ്ടർ ഇഞ്ചുറീസ് ആൻഡ് റോങ്സ്, അതായത് പരുക്കുകൾക്കും തെറ്റുകൾക്കും ഇടയിലൂടെ അതിൻ്റെ കീഴിലുള്ള ഒരു ക്ഷമ നമ്മൾ പരിശീലിക്കണം. ചില പരുക്കുകൾ പറ്റും ജീവിതത്തിൽ. പരുക്കെന്ന് പറഞ്ഞാൽ ഒരു ബൈക്കിൽ നിന്ന് വീണുള്ള പരിക്കല്ല, മാനസികമായ പരിക്കുകൾ ജീവിതത്തിൽ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നവർ കാണും. അത്യാഹിതങ്ങൾ ഖലീൽ ജിബ്രാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അത്യാഹിതങ്ങൾ എൻ്റെ ഹൃദയ കവാടങ്ങളെ തുറക്കുന്നു. ജീവിതത്തിലെ അത്യാഹിതങ്ങൾ എൻ്റെ ഹൃദയത്തിന്റെ കവാടങ്ങളെ തുറക്കുന്നു. കണ്ണുനീർ എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കുന്നു. അത്യാഹിതം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കവാടം തുറക്കുകയാ. ഒരുപക്ഷെ ഡിപ്പെൻഡന്റ് ആയ ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭാര്യയോ ഭർത്താവോ കടന്നു പോകുമ്പോൾ അവിടെയാണ് ഇനിയും ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്
അതിലൊരാളെ ബോധ്യപ്പെടുത്തുവാൻ അവന്റെ ഹൃദയത്തിന്റെ കവാടം തുറന്നേ മതിയാകൂ. ഖലീൽ ജിബ്രാൻ എത്രയോ അർത്ഥവത്തായിട്ടാണ് ഈ വാക്യങ്ങൾ കുറിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, പരുക്കുകൾക്കുള്ള സാധ്യതയുണ്ട്, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, മറ്റുള്ളവരാൽ നമ്മൾ പലതരത്തില് അവരുടെ തെറ്റുകൾ കണ്ടിട്ട് നമുക്ക് നീതിബോധമുണ്ടായിട്ട് ആ തെറ്റുകൾ തുറന്നു പറയാൻ സാധിക്കാതെ നമ്മൾ ഭാരപ്പെടുന്ന നിമിഷം ഉണ്ടാകും. വരും തലമുറകളിലുള്ള തെറ്റുകൾ കണ്ടിട്ട് മാതാപിതാക്കൾക്ക് പലപ്പോഴും പറയാൻ പറ്റാത്ത നിസ്സഹായതകൾ കണ്ടേക്കാം. പക്ഷെ ജീവിതത്തിൽ ഓർക്കുക, അതിൻ്റെ കീഴിലും ഒരു ക്ഷമ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസത്തില് സന്ധ്യയില് വളരെ മനോഹരമായി അതിൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു അനുതാപത്തിൻ്റെ ഒരു ഭാഗം പറയുന്നിടത്ത് മനോഹരമായി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മുക്തിക്കായി നിൻ കൃപയുടെ വാതിൽ മുട്ടുന്നിപ്പോൾ ഞാൻ, രക്ഷാമാർഗമെനിക്കു വിലക്കി ദുഷ്ടൻ തന്ത്രത്താൽ, പാടാൻ വായിക്കും നീങ്ങാനടികൾക്കും വയ്യാ സ്നേഹനിധേ കാട്ടുക കാരുണ്യം. എന്താ എൻ്റെ നല്ല ചടുലമായ ഒരർത്ഥം എന്താന്ന് ചോദിച്ചാൽ, കർത്താവേ, നീ നിന്റെ കരുണയുടെ വാതിൽ മോചനത്തിനായി ഞാൻ മുട്ടുകയാ. നിന്റെ കരുണയുടെ വാതിലിൽ മോചനത്തിനായി ഞാൻ മുട്ടുന്നു. ദുഷ്ടനവന്റെ കൗശലത്താൽ സ്തുതിയിൽ നിന്ന് എൻ്റെ വായേയും വിശുദ്ധ സ്ഥലത്ത് നിന്ന് എൻ്റെ കാലുകളെ അവൻ നിരോധിക്കുക. സ്തുതിക്കാൻ എൻ്റെ വായെ ആ ദുഷ്ടൻ മാറ്റി നിർത്തുന്നു. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ആരേലും ഒരാൾ പിശാചി കയറി നമ്മൾ പറയും പഴയ ഭാഷയിൽ, അപ്പോൾ ഉടനെ ഒരു ഫോൺ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഇച്ചിരൂടെ കഴിച്ച് പ്രാർത്ഥിക്കാമെന്ന് വെക്കുന്നു. ഇവിടെ പറയുകയാ, മുക്തിക്കായിട്ട് കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ മോചനത്തിനു വേണ്ടി ഞാൻ മുട്ടുന്നു. ദുഷ്ടനവന്റെ കൗശലത്താൽ സ്തുതിയിൽ നിന്ന് എൻ്റെ വായെയും വിശുദ്ധമായ സ്ഥലത്തു നിന്ന് എൻ്റെ കാലുകളെയും തടഞ്ഞു. മനുഷ്യപ്രീതിയുള്ളവനെ എന്നോട് കരുണയുണ്ടാകണമേ. ആ ജീസസ് പ്രയർ എപ്പോഴും അങ്ങനെയാണല്ലോ, എന്നോട് കരുണ, അത് മാത്രമേ ഉള്ളൂ, എന്നോട് കരുണ തോന്നണമേ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കരുണയുള്ള ഒരു ദൈവത്തിൻ്റെ കൃപകളെ ആസ്വദിക്കുവാനുള്ള എൻ്റെ കഴിവാണ് എൻ്റെ ആത്മീകത. കരുണയുള്ള ഒരു ദൈവത്തിൻ്റെ കൃപയെ ആസ്വദിക്കാനുള്ള ഒരു കഴിവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉണ്ടാകേണ്ടത്. പേഷ്യൻസ് അണ്ടർ അഡ്വേഴ്സിറ്റി ആൻഡ് അഫ്ലിക്ഷൻ. പ്രതികൂല സാഹചര്യങ്ങളിലും കഷ്ടപ്പാടുകളിലും നമുക്ക് ക്ഷമയുണ്ടാകണം. പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലം ഏറെ വരാം, അനുകൂലമായിട്ട് ആരുണ്ട്? അതാണ് എപ്പോഴും മനസ്സിൽ വരേണ്ടത്. പ്രതികൂലങ്ങൾ ഏറെ ഉണ്ട്. ചിലർ പറയും തടസ്സമുണ്ടെന്ന്. ഈയിടെ ഒരു വീട്ടില് ഒരു കത്തോലിക്ക സഭയിലൊരു സിസ്റ്ററാണ്, എൻ്റെ ഒരു ബന്ധത്തിലുള്ളതാണ്. സിസ്റ്ററിൻ്റെ ആ വീട്ടില് സിസ്റ്ററിൻ്റെ ഫാദർ മരിച്ചുപോയി. ഒരു ദൈവദാസൻ ചെന്ന് പ്രാർത്ഥിക്കുക, ഇനി ഒരു മരണം ഇവിടെ വരുന്നുണ്ട്, അതൊരു സ്ത്രീയാണ് മരിക്കാൻ പോകുന്നത്. ഇനി അവിടെ ഒരു സമയം കൂടെ ഉള്ളു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഒന്നും അറിയാമോ? അവര് മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ മരണം ഇപ്പോൾ ഉടനെ വരാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന കോമാളി എന്ന് മരണത്തെക്കുറിച്ച് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്നതല്ല, ജനിച്ചന്നു മുതൽ നമ്മുടെ മരണത്തിന്റെ നാഴിക അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെന്ന് മനുഷ്യനെ മാനസികമായി തകർത്ത് സാധാരണ മരണത്തിന് മുമ്പേ മരിക്കാനായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മറ്റുള്ളവരെ ഒരുക്കാനല്ല നമ്മുടെ ദൈവനിയോഗമെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു ഗുരുവും ശിഷ്യനൂടെ ഒരു മലഞ്ചരിവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യൻ കാല് തന്നെ ആ മലഞ്ചരിവിൽ താഴേക്ക് വീഴുകയാണ്. പാതി വഴിയിൽ ഒരു മുളയിൽ അവന് പിടുത്തം കിട്ടി. ഒരു മുളയൊക്കെ അറിയാലോ, മുളയെ പിടുത്തം കിട്ടിയാൽ അത് നല്ലൊരു പിടുത്തമാണ്. മുള മുഴുവനായി വളഞ്ഞെങ്കിലും അത് ഒടിഞ്ഞില്ല. ഉടനെ ഗുരു ഓടിയെത്തി അവനെ പിടിച്ച് രക്ഷപ്പെടുത്തി. എന്നിട്ട് ഗുരു ഇങ്ങനെ യാത്ര തുടരുമ്പോ പറയുകയാ, ഗുരു അവനോട് ചോദിച്ചു, മുള നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നീ ശ്രദ്ധിച്ചോ? മുള നിന്നോട്, അതെങ്ങനെ മുളയ്ക്ക് വായും നാക്കുമൊക്കെ ഉണ്ടോ? ഗുരു ചോദിക്കുക, മുള നിന്നോടൊരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നോ? ഒന്നും മനസ്സിലാക്കാതിരുന്ന
ശിഷ്യനോട് ഗുരു പറഞ്ഞു, മുള മുഴുവനായും വളഞ്ഞിട്ടും അത് നിന്നെ കൈവിട്ടില്ല. മുള മുഴുവനായും വളഞ്ഞിട്ടും അത് നിന്നെ കൈവിടാതെ കാത്തു. എന്നിട്ട് ഗുരു പറയുകയാ, മെയ് വഴക്കമാണ് അതിജീവനത്തിൻ്റെ ആദ്യ പാഠം. എന്തുവാ? മെയ് വഴക്കമാണ് അതിജീവനത്തിൻ്റെ ആദ്യ പാഠം. മനസ്സിലായില്ലേ? ഈ മെയ് വഴക്കത്തിനാ കുമ്പിടിയിലും ഒക്കെ ഉള്ളത് അല്ലേ? നിങ്ങൾ ഞാനിനി കുമ്പിടാകുന്ന എന്താന്ന്, ഞാൻ രാവിലെ കുർബാനയില്ലായിരുന്നു. ഇവിടെ അപ്പുറത്തെ ചാപ്പലി കുർബാനയില്ലുണ്ട്. കുർബാനയില്ലി കഴിഞ്ഞാൽ പിന്നെ കുമ്പിടണ്ട. മനസ്സിലായോ? അതിനുവേണ്ടി കുർബാനയില്ല അല്ല. ഇന്ന് എൻ്റെ പട്ടമേറ്റ ദിവസമായിട്ടാണ് ഞാൻ കുർബാനയില്ലത്. പരുമലയിൽ തന്നെ കിഴക്ക് അവിടെയുള്ള ചാപ്പലി കുർബാനയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മെയ് വഴക്കമാണ് എന്ത്? അതിജീവനത്തിൻ്റെ ആദ്യ പാഠം. മനസ്സിലായോ? ശരീരം ഒരു വഴക്കമൊക്കെ വേണം. ചില ആളുകളുടെ നിപ്പ് കണ്ടാലോ, പള്ളിയിലൊക്കെ ചെന്ന് നിൽക്കുന്ന കണ്ട കർത്താവിന് കണ്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ നിൽക്കുന്നത് അല്ലയോ? ഒരു മെയ് വഴക്കവും ഇല്ല. നാൾക്കൊരു കല്യാണത്തിന് പെങ്കൊച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിൽ തോന്നി, തെറ്റാവുന്ന ശരിയാണെന്നറിയത്തില്ല, കെട്ടിയേച്ച് പോടാന്ന് പറയുന്ന പോലെ തോന്നി. എന്താ ആ നിപ്പ് കണ്ടിട്ട്? ഒരു ചില പിള്ളേരൊക്കെ കണ്ണുനീരോടെ അത് സത്യത്തിൽ നല്ല കാര്യമാണല്ലോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. പക്ഷേ കരയാനൊക്കത്തില്ലല്ലോ. ഈ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് രാവിലെ ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇതെല്ലാം കൂടെ കരഞ്ഞു കഴിയുമ്പോൾ ആകെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഈ സീനൊന്നും ഉണ്ടാക്കല്ലെന്നാ കല്യാണ വീട്ടിൽ ചിലരൊക്കെ പറയുന്നത്. അമ്മയപ്പനും ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴേ കുഴപ്പമാക്കരുത്, ഇമോഷണലാക്കരുത് എന്നൊക്കെ ചിലർ പറയത്തില്ലേ? നമ്മൾ ഓർത്ത് നോക്കി, ഇവിടെ നമ്മുടെ ജീവിതത്തിന് മെയ് വഴക്കം നിവർന്നു നിൽക്കാറില്ല. കാറ്റിന്റെ ശക്തിക്ക് മുമ്പിൽ ഒരു മുളയും നിവർന്നു നിൽക്കാറില്ല. നമ്മളത് ഇങ്ങോട്ട് വന്ന് ഇടിച്ചാട്ടെന്ന് പറയാൻ നിൽക്കുന്നത് അല്ലേ? എവിടെ പോകുന്നു നമ്മളൊന്ന് കൈ കൊടുത്ത് എന്തെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു പോകുമ്പോ മുളയുടെ പ്രത്യേകത ഉണ്ടോ? അത് കാറ്റിന്റെ മുമ്പിൽ കുനിഞ്ഞു കൊടുക്കുന്നു, ഇളകി മറിഞ്ഞ് അതൊരു താളം കണ്ടെത്തും. ഇതാണ് ജീവിതം. ഒരു താളം കണ്ടെത്തലാണ്. ഒരു താളവും ഇല്ലാതെ നമ്മളീ പോന്നെ. എവിടെയെങ്കിലും ഒക്കെ പോയി നിൽക്കട്ടെ, വരുന്നിടത്ത് വരെ കാണാം എന്ന് പറഞ്ഞ ചില ആളുകൾ പോകുന്നുണ്ടോ? എങ്ങനെയും ഒക്കെ പോട്ടെ, ചാവുന്നവരെ ജീവിച്ചിരിക്കാം അല്ലേ? അങ്ങനെ പോരാ. താളക്രമത്തില് ഇളകി മറിഞ്ഞ് താളം കണ്ടെത്തും. അഹംഭാവത്തിന്റെ മുകൾ തട്ടിൽ വിരാജിക്കുന്നവർ പലപ്പോഴും തകിടം മറിയും. അല്പനേരം മാത്രം നീണ്ടു നിൽക്കുന്ന വിഷമഘട്ടങ്ങളോട് പുലർത്തുന്ന സമീപനമാണ് ജീവിതത്തെ ദീർഘദൂരയാത്രയുടെ മികവും ഭാഗതയും തീരുമാനിക്കുന്നത്. ഒരു കൊച്ചു നിമിഷം തോന്നുന്ന അലക്ഷ്യമായ ഭാവങ്ങൾ നിങ്ങളുടെ ദീർഘജീവിതത്തെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. പ്രതിരോധിച്ചാല് പൊട്ടിത്തകരുമെങ്കിൽ അത്തരം പ്രതിരോധങ്ങൾ അപക്വമാണ് എന്ന് മനസ്സിലാക്കണം. വഴങ്ങിയാൽ വശത്താകുമെങ്കിൽ അത്തരം രൂപാന്തരങ്ങൾക്ക് പാകപ്പെടൽ എന്ന് പറയാൻ സാധിക്കും. ഇംഗ്ലീഷിൽ പറയും മച്യൂരിറ്റി എന്നൊക്കെ പറയും. ഒരു പാകപ്പെടൽ. നിസ്സഹായതയിലും പുലർത്തുന്ന ദുരഭിമാനമാണ് അർഹതയുള്ള ആയുർദൈർഘ്യം പോലും മനുഷ്യരിൽ നിന്ന് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും അല്ലേ? നിങ്ങൾ ഒരു ഫിലോസഫി ആയിട്ടൊന്ന് ചിന്തിക്കരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ അല്ലാതെ വല്ല അത്ഭുതമൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു രസം തോന്നിയേനെ. നിങ്ങൾ ജീവിതത്തിൽ ഓർക്കുക, നമ്മുടെ ക്ഷമ കൊണ്ട് നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ പ്രാണനെ എപ്പോഴും നേടാൻ സാധിക്കണം. അപ്പം ക്ഷമിച്ചാൽ അതൊരു ഗമയാണ്. ചില വണ്ടിയുടെ പുറകിലൊക്കെ ക്ഷമയാണ് ഗമയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗമ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്യന്തിക വിജയമാണ്. കപടത പെരുകിടുമുലകിലിരുട്ടിൽ താതൻ തൻ കതിരോ വെളിവൻ മിഴികൾ കരുളിയിടണമേ വാഴ്ത്താൻ നിൻ കൃപയെ പുലരി മറഞ്ഞു സന്ധ്യണഞ്ഞു താപമെനി ഹില്ലയ്യോ ഗതി നിൻ കൃപാപാത്രം. പിതാവിൻ്റെ കതിരായുള്ളോവേ, നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയെ സ്തോത്രം ചെയ്യാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വേദപുസ്തകത്തിൽ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും കണ്ണ് തെളിഞ്ഞു തന്നെയായിരുന്നു. തിരുവചനം അവർക്ക് ഏറെ പ്രകാശമായിരുന്നു. എന്തെന്നാൽ വഞ്ചന നിറഞ്ഞ ലോകത്തിൽ ഞാൻ അന്ധകാരത്തിൽ കിടക്കുന്നവനാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രഭാതം കടന്നുപോയെങ്കിലും ഞാൻ അനുഭവിച്ചില്ല. ഇതാ എൻ്റെ കടങ്ങൾ പെരുകിയിരിക്കുന്നതിനാൽ നിന്റെ കരുണ ഈ സന്ധിയിൽ എൻ്റെ മേൽ നിൽക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാക്കന്മാർ. ക്ഷമയുടെ അനുഭവം,
ജീവിതത്തിലേറെ പ്രധാനപ്പെട്ടതാണ്. പ്രൊവോക്ക് ചെയ്യാൻ ഒത്തിരി ആളുകൾ കണ്ടേക്കാം. നമ്മളെ പ്രകോപിപ്പിക്കും. നമ്മൾ പ്രകോപനത്തിൽ വീഴരുത്. നമ്മളെ ചൊടിപ്പിക്കും. അത് സാധാരണ മലയാളത്തിൽ പറയും, ചില പട്ടികളെ വെറുതെ നിൽക്കുന്ന പട്ടിയായിരിക്കും, ഓടിക്കും ചിലർ. എന്നിട്ട് പിന്നെന്തോ ചെയ്യും? ആ പട്ടി പേടിച്ച് ആദ്യം ഓടുന്നേ, പിന്നെ വിളിച്ചു പറയും പേപ്പട്ടി എന്ന് വിളിച്ചു പറയും. പിന്നെന്തോ ചെയ്യും? അതിന് തല്ലിക്കൊല്ലും. ചില ഈ സമൂഹ വ്യവസ്ഥയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നീതിയോട് ആരെങ്കിലും സംസാരിച്ചാൽ അവനെ എന്തോ ചെയ്യും? അവനെ ഓടിക്കും. അവനെ അവിടെ അങ്ങ് നിർത്തുകയില്ല. നീതിയിൽ വെള്ളം ചേർക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. കപടത പെരുകിയ ഉലകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ ഓടിക്കപ്പെടുകയാണ്, അവൻ അകറ്റപ്പെടുകയാണ്, അവനെ തല്ലിക്കൊല്ലപ്പെടുകയാണ്. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ ക്ഷമിച്ചതിൻ്റെ അനുഭവത്തിൽ അവന് ആ ലോകത്ത് കിട്ടുന്ന പരമാനന്ദം വളരെ വലുതായിരിക്കും എന്നുള്ളത് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് അപകടകരമായ ക്ഷമയുടെ ചില വശങ്ങളാണല്ലോ. പ്രൊവോക്ക് ചെയ്യാം, നമുക്ക് നിരാശ വരാം, നമുക്ക് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ക്ഷമിക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ക്ഷമയുടെ പല തലങ്ങളും വളർത്തിയെടുക്കുമ്പോൾ ചില അഷ്ടാംഗ നേട്ടങ്ങൾ ക്ഷമയിലൂടെ കിട്ടുന്നുണ്ട്. 8 നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, യു ക്യാൻ ബെറ്റർ ഫോക്കസ് ഓൺ യുവർ ലോങ് ടേം ഗോൾസ് ആൻഡ് ഡ്രീംസ്. ദീർഘകാല ലക്ഷ്യ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഒത്തിരി ദീർഘമായ ഒരു ജീവിതത്തെക്കുറിച്ച് പൊതുവേ നമുക്കൊരു അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഒരിടത്ത് പരാജയപ്പെട്ടപ്പോൾ, നമുക്കൊരവസരം കിട്ടാതിരുന്നപ്പോൾ, നമ്മളെ മാറ്റി നിർത്തിയിരുന്നപ്പോൾ, നമ്മളൊരു ലൈഫ് സ്പാനിലുള്ള ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ അത് ജീവിതത്തിന്റെ ആത്യന്തിക വിജയമായിരിക്കും. ഒരുപക്ഷെ ആ സ്ഥാനം വന്ന് കിട്ടിയിരുന്നെങ്കിൽ നീ അതുകൊണ്ട് തീർന്നേനെ നിന്റെ ജീവിതം. നമ്മൾ ഓർക്കണം, ജീവിതത്തില് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മുറിയിൽ നിറയെ സ്വർണ്ണ നാണയം കൂട്ടിയിട്ടിരിക്കുക, പക്ഷെ ആ മുറിക്കകത്ത് ഇരുളാണ്, മൊത്തം ഇരുളാണ്. സ്വർണ്ണ നാണയം എടുക്കാനൊക്കോ? ഇരുട്ടുള്ള മുറിയിൽ സ്വർണ്ണ നാണയം കൂട്ടിയിരിക്കുകയാണ്. ഇരുട്ടുള്ള മുറി നിന്റെ സ്വന്തം മനസ്സാണ്. ഇരുട്ടുള്ള മുറി എന്തുവാ? നിന്റെ സ്വന്തം മനസ്സാണ്. സ്വർണ്ണ നാണയം അവനവന്റെ ക്വാളിറ്റീസാണ്, ഗുണങ്ങളാണ്. അപ്പൊ സ്വർണ്ണ നാണയം അവനവന്റെ ക്വാളിറ്റീസാണ്. ഇരുട്ടുള്ള മുറി നിന്റെ മനസ്സാണ്. തിരയുന്ന വ്യക്തി നീയാണ്. നീ എന്ത് കണ്ടെത്തണം? ഉള്ളതിനെ അറിയുവാനുള്ള കഴിവിന് ജ്ഞാനമെന്ന് പറയും. ഉള്ളതിനെ അറിയുവാനുള്ള കഴിവിന്. അപ്പൊ നിനക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില ഗുണങ്ങളുണ്ട്. അതറിയുന്നതാണ് ജ്ഞാനം. അതിന് അവിടെ ഒരു ലൈറ്റ് തെളിച്ചു വെച്ചാൽ മതി. ലൈറ്റ് തെളിച്ചു വെച്ചാൽ അതിന് പറയുന്ന പേരാണ് ജ്ഞാനം. ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടുള്ളിടത്ത് വെളിച്ചം വരുമ്പോഴാണ് ജ്ഞാനം. ജ്ഞാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. അറിഞ്ഞ ജ്ഞാനത്തെ അനുഭവിക്കുമ്പോൾ അതിന് വിജ്ഞാനം എന്ന് പറയും. അറിഞ്ഞ ജ്ഞാനത്തെ അനുഭവിച്ചയാൾ വിജ്ഞാനിയായി മാറും. അപ്പൊ ജ്ഞാനി പെട്ടെന്ന് എന്തായി മാറും? വിജ്ഞാനിയായി മാറും. അറിഞ്ഞ ജ്ഞാനത്തെ പൂഴ്ത്തി വെച്ചാൽ വിജ്ഞാനിയാകുമോ? അയ്യോ, ഇപ്പൊ ഈ വാട്സപ്പിലൂടെ ഒരുപാട് അറിവ് കിട്ടും. രാവിലെ മുതലേ ഇരുന്ന് ഈ അറിവെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും അറിയത്തില്ല, ഒന്നും ചെയ്യാനും അറിയേല. തലപെരുത്ത് നമ്മൾ ഭ്രാന്തന്മാരായി മാറും, വലിയ പ്രഷറുള്ള മനുഷ്യരായി മാറും. ഒരു സ്ക്രീനിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം നമ്മുടെ ജീവിതം കൊണ്ടുവന്ന് തളച്ചിടുമ്പോൾ നമുക്ക് അനവധി മാരക രോഗങ്ങളുടെ അടിമകളായിത്തീരും. ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റുവാൻ, അറിഞ്ഞ ജ്ഞാനത്തെ അനുഭവിക്കുമ്പോൾ അത് വിജ്ഞാനം. ജ്ഞാനം 2 വിധത്തിൽ ലഭിക്കാം. ഒന്ന്, നമുക്ക് ആർജിച്ചെടുക്കുന്ന ജ്ഞാനമുണ്ട് വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ. അല്ലാത്തൊരു ജ്ഞാനമുണ്ട്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ജ്ഞാനം. അതിനാ ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ പിതാക്കന്മാർക്കുണ്ടായിരുന്നത്. നമ്മുടെ പിതാക്കന്മാർക്ക് അത് ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വരുന്നവൻ കള്ളത്തരം കൊണ്ടാ വരുന്നെന്ന് അറിഞ്ഞാലും അവരോട് ലളിതമായി സംസാരിക്കുകയും ആ നിൽക്കുന്ന മനുഷ്യന് ചില വേലകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അവനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് അവനെ ചൊടിപ്പിക്കാതെ പറഞ്ഞു വിടുന്ന ഒരു ആത്മീയതയുടെ തലം ഒരുപക്ഷെ ഉണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് വരുന്ന ജ്ഞാനം നമ്മളിലേക്ക് നിറയപ്പെടാൻ സാധിക്കണം. യാഥാർത്ഥ്യ തീരുമാനങ്ങൾ ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ജ്ഞാനം ജീവിതത്തെ കുറെ കൂടെ ബെറ്ററാക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളാകരുത് നമ്മൾ ഓരോരുത്തരും. ജ്ഞാനം ഇമോഷണൽ മച്യൂരിറ്റി തരുന്നതാണ്. ജ്ഞാനം അന്ധവിശ്വാസങ്ങൾ നമ്മളെ രക്ഷിക്കും. ജ്ഞാനം നമ്മുടെ ചിന്തകളെ
ലഘൂകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇമോഷനും ഇൻ്റലിജൻസും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകണം. എപ്പോഴും ഇമോഷനും ഇൻ്റലിജൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവേകം പ്ലസ് വികാരം സമം വിജയം. വിവേകം പ്ലസ് വികാരം സമം. ചില മനുഷ്യങ്ങൾ ഒരു വികാരവും ഇല്ല, അടിക്കാൻ പിടിച്ചാലും തല്ലാൻ പിടിച്ചാലും ഉമ്മ കൊടുക്കാൻ പിടിച്ചാലും ഒറ്റ നിൽക്കുക. അത് വികാരമില്ലാത്ത മനുഷ്യരാണ്. ഇവിടെ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ വിവേകം പ്ലസ് വികാരം, അത് വിജയം. അതാണ് വിജയം. നമ്മൾ ചില കാര്യങ്ങളിൽ ചില പിള്ളേരെ, ചില ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചില വിചാരിക്കുന്ന നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുന്നതാണ് നല്ല പിള്ളേരും നമ്മുടെ വിചാരം. അങ്ങനെയല്ല, നമ്മൾ പറയുന്ന കേൾക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ അവർക്ക് നന്നായി അവരുടെ ചുറ്റുപാടുകളോടെ ഇണങ്ങിച്ചേരാനും പൊരുത്തപ്പെടാനും പെട്ടെന്ന് സാധ്യമായി തീരുമ്പോഴാണ് അവർ ഈ കാലഘട്ടത്തിന് അനുയോജ്യരായ മക്കളായി തീരുന്നത്. നമ്മൾ ഏതൊക്കെ ഒരു മൂശയിൽ അവരെ ഇറക്കി വിട്ടിട്ട് അവർക്ക് ഈ പുതുതലമുറയിൽ ജീവിക്കാനുള്ള കഴിവില്ലാതെ നഷ്ടപ്പെട്ട സമൂഹമായി പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് വിവേകം പ്ലസ് വികാരം സമം വിജയം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യു ഡെവലപ്പ് പെർസിസ്റ്റൻസ് ആൻഡ് റെസീലിയൻസ്. സ്ഥിരോത്സാഹവും പ്രതിരോധ ശേഷിയും ഈ ക്ഷമ കൊണ്ട് നമ്മളിലുണ്ടാകും. നമ്മൾ ക്ഷമിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ഥിരോത്സാഹവും പ്രതിരോധ ശേഷിയും നമ്മളിലേക്ക് കടന്നു വരും. ജീവിത വിജയം നേടണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ വിവേകിയായ ഉപദേശിയായും മഹത്വത്തെ രക്ഷിതാവായും കാണണമെന്നാണ് തോമസ് ആൽവ എഡിസൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്ഥിരോത്സാഹം പ്രതിരോധ ശേഷിയാകണം. ജീവിത വിജയം നേടണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമാക്കണം, അനുഭവത്തെ വിവേകിയായ ഒരു ഉപദേശിയാക്കി മാറ്റണം, മഹത്വത്തെ രക്ഷിതാവായി കാണണം. You can make more rational and realistic decision. You develop persistence and resilience. You have a better time learning new skills. എല്ലാം പേഷ്യൻസിൻ്റെ അഷ്ടാംഗ നേട്ടങ്ങളാണ്. It allows you to be a better listener. നല്ലൊരു കേൾവിക്കാരനാക്കാൻ ക്ഷമയുള്ള ഒരു മനുഷ്യന് സാധിക്കും. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത്, ഒരാളൊന്നും പറയാൻ സമ്മതിക്കുകയില്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ലിസണറായിരിക്കണം. യു മേക്ക് അതേഴ്സ് ഫീൽ കംഫർട്ടബിൾ. മറ്റുള്ളവരെ നന്നായി ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നവനായിരിക്കും നല്ല ക്ഷമാശീലമുള്ളവൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യു പ്രാക്ടീസ് കൈൻഡ്നെസ് ആൻഡ് എൻകറേജ് അതേഴ്സ് ടു ഡു സോ ടു. ദയ നമ്മൾ ശീലിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യും. യു ലേൺ ഹൗ ടു ലീവ് എ പീസ്ഫുൾ ലൈഫ്, നോട്ട് എ സ്ട്രെസ്ഫുൾ വൺ. മാനസിക സമ്മർദ്ദം ഇല്ലാതെ സമാധാനകരമായി ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സമൃദ്ധിയുള്ള ജീവൻ്റെ ആധാരം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ക്ഷമയെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ പരിമിതമായ ചിന്തയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ക്ഷമിച്ച് നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ നേടും എന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ശിഷ്യന്മാർ ചോദിച്ചത്, ഈ ദേവാലയം എപ്പോൾ പൊളിയും, ഇതെപ്പോൾ സംഭവിക്കും, ഇങ്ങനെ കൊച്ചു കാര്യം. കർത്താവ് ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. ദേഷ്യപ്പെടാതെ യുദ്ധവും കലഹവും ക്ഷാമവും പ്രതിസന്ധിയും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകും. എങ്കിലും നിങ്ങൾ ഇതെല്ലാം ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ രക്ഷ അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവന്റെ രക്ഷയെക്കുറിച്ച് പരമമായി ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായി സാധ്യമായി തീരണം. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ
നമ്മുടെ പ്രാണനെ രക്ഷിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ഏറെ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. വയോധികനായ ഒരച്ഛൻ്റെ കൂടെ മകൻ ബാങ്കിലെത്തി. പക്ഷേ അവൻ കാറിൽ ഇരുന്നതേ ഉള്ളൂ. അപ്പൻ ബാങ്കിനുള്ളിൽ കയറി. കുറേ സമയമായിട്ടും അച്ഛനെ കാണാതിരുന്നപ്പോൾ അവൻ ബാങ്കിനുള്ളിൽ കയറി. അദ്ദേഹം അപ്പോഴും ക്യൂവിൽ തന്നെയാണ്. ആരോടൊക്കെയോ സംസാരിക്കുന്നു. മകൻ അടുത്തെത്തി പറഞ്ഞു, നമുക്ക് ഓൺലൈൻ ബാങ്കിങ് നോക്കാം, അതാകുമ്പോൾ ഇങ്ങനെ നിൽക്കണ്ട, സമയം കളയേണ്ട കാര്യവുമില്ലല്ലോ. അച്ഛൻ പറഞ്ഞു, ഞാൻ വീടിന് പുറത്തിറങ്ങുന്നത് ഈ ബാങ്കിലേക്ക് വരുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുമുട്ടുന്നത്, അപ്പോഴാണ് നാട് കാണുന്നത്, അപരിചിതരോട് മിണ്ടുന്നത്. ഇതെല്ലാം ഓൺലൈനിൽ ലഭിക്കുമോ? മകനൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ മകൻ നിന്നു. ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഉപോൽപ്പന്നങ്ങളും വളരെ പ്രധാനമാണ്. നേരിട്ട് ലഭിക്കുന്ന ഫലങ്ങൾ മാത്രം ആണ് പ്രധാനമെങ്കിൽ കായ്കൾ അവസാനിക്കുമ്പോൾ ആ മരം വെട്ടിക്കളയേണ്ടതാണ്. അങ്ങനെയല്ലല്ലോ. മരങ്ങൾ വെട്ടിക്കളയാതെ, തടിയോ തണലോ പരിഗണിക്കാതെ അത് വെട്ടിക്കളയാം. ഒഴുക്ക് നിൽക്കുമ്പോൾ നദികൾ മൂടിക്കളയണം. ഉറവുകളെ അവഗണിക്കാതെ മുമ്പിൽ കാണുന്നതിലൂടെ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുകയല്ല ജീവിതം. അടയിരിക്കുന്നതും വിരിയാനും ചിറകിന് വിലമേകാനും ഒക്കെ എടുക്കുന്ന സമയത്തെ അളന്നെടുക്കുന്നില്ലല്ലോ പലപ്പോഴും നമ്മൾ. അനന്തവിഹായസിൽ പറന്നുയരുന്ന കാഴ്ച ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. നിശബ്ദമായി നടത്തിയ ഒത്തിരി മുന്നൊരുക്കങ്ങളുടെ ഒരു ആസ്വാദനമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം. അത് മനസ്സിലാക്കണം. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഈ ആസ്വാദനം അനുഭവിക്കുമ്പോഴാണ് ക്ഷമ കൊണ്ട് നമ്മുടെ പ്രാണനെ നേടുന്നത്. ഒറ്റപ്പെടാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഒരുമിക്കുവാനാണ് പ്രയാസം. ഈ ഓണക്കാലം ആൾത്തിരക്കിനിടയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിസ്സഹായതയിൽ തളർന്നിരിക്കുന്നവർക്ക് തിരിച്ചു വരുവാനുള്ള ഫലപ്രദമായ മാർഗം ആൾത്തിരക്കും ആരവവുമാണെങ്കിൽ അത് ലഭിക്കുന്നതിൽ ഒട്ടും പ്രയാസമില്ലല്ലോ. ആരവത്തിൻ്റെ ഈ ഓണക്കാലം സമൃദ്ധിയുടേതു കൂടെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ നന്നായി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മനസ്സിനോട് രാവിലെ തന്നെ പറയണം, അതിരാവിലെ തന്നെ പറയണം, ഞാൻ രോഗിയല്ല, ഞാൻ ബലമില്ലാത്തവനല്ല, ഞാൻ കഴിവുള്ളവനാണ്. ഞാൻ ആർജിക്കുന്നത് എൻ്റെ മാത്രം ആവശ്യത്തിനല്ലല്ലോ, ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണ്. നാം ഓരോരുത്തരും നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം. വാട്ട് യു ആർ ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് യു ആർ ഡൂയിങ്? പാഴ്വേല ചെയ്ത് ജീവിതം കളയരുത്. മറ്റുള്ളവന്റെ പരദൂഷണം പറഞ്ഞ് ജീവിതം കളയരുത്. മറ്റുള്ളവന്റെ വളർച്ചയിൽ അഹങ്കരിച്ച് നിന്റെ ജീവിതം നീ തളച്ച് ഇല്ലാതെയാക്കരുത്. വാട്ട് യു ആർ ഡൂയിങ്, ഹൗ യു ആർ ഫീലിംഗ്, അതും പ്രധാനപ്പെട്ടതാ. നിനക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്യുന്നേ? നീ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് ഫീൽ ചെയ്യുമ്പോൾ വാട്ട്സ് ഹാപ്പൻ എറൗണ്ട് യു, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ദൈവം അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന ജീസസ് പ്രയറും നമ്മൾ ചെല്ലുന്ന കൗമാകളും നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകളും, അതിനപ്പുറം ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ലല്ലോ. കപടത പെരുകുന്ന ഉലകിൽ ഇരുട്ടിൽ കഴിയുന്ന നമുക്ക് ദൈവത്തിൻ്റെ വെളിച്ചം കണ്ട് പ്രകാശിതരാകാൻ പരിശുദ്ധാത്മാവ് ആവോളം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നല്ലൊരു ഓണക്കാലം ആശംസിക്കുകയാണ്. അത് വെറുതെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കാശ് കളയുന്ന മാത്രമാകരുത്. ഇങ്ങനെ ഓഫറുകളൊക്കെ ഒത്തിരി വരും. അതൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ക്ഷമ കൊണ്ട് നമ്മുടെ പ്രാണനെ നേടണം. ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ ക്ഷമിപ്പിക്കാതെ അക്ഷമരാക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. ക്ഷമ കൊണ്ട് ജീവനെ നേടാൻ പരിശുദ്ധാത്മാവ് ആവോളം നമ്മളെ സഹായിക്കട്ടെ. ദൈവം തന്ന ജീവൻ സമൃദ്ധിയുടേതാണ്. ദൈവം തന്ന ജീവൻ കരുതലിൻ്റെതാണ്. ദൈവം തന്ന ജീവൻ ഏറെ സമ്പുഷ്ടമാണ്. അത് പരമാവധി ഉപയോഗിച്ച് ഈ മനുഷ്യരാശിക്ക് നന്മ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.